ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു ഐറ്റം നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ള ഒന്നാണെങ്കിലും ഇപ്പൊ കുറച്ചായിട്ട് റീൽസിലൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മളും ഉണ്ടാക്കിയതാണ്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നേ. അതുമാത്രല്ല, ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന ദിവസങ്ങളില് ചോറിന്റെ കൂട്ടത്തിൽ ഒഴിച്ചു കഴിക്കാനായിട്ട് വേറൊരു കറിയുടെയും ആവശ്യമില്ല. ചൂട് ചോറിൻ്റെ മുകളിലേക്ക് ദാ ഇവനെ അങ്ങോട്ടിട്ട് അതിന്ന് കുറച്ചെടുത്ത് ചോറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിക്കാനുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നേ. ഇതിപ്പോൾ മിക്ക ആളുകളും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടുണ്ടാവും. എന്നാലും ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വലിയ വഴുതിരിങ്ങ കിട്ടുന്ന ദിവസങ്ങളിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് 6-7 വറ്റൽ മുളക് ഉണ്ടല്ലോ, അത് ഒരു 10 മിനിറ്റ് സമയം ചൂടുവെള്ളത്തിലിട്ട് വെക്കണേ. മുളകിന്റെ അളവൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താട്ടോ. 10 മിനിറ്റ് സമയം ചൂടുവെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ മുളക് ദാ ഈ ഒരു പരുവത്തിൽ വരും. ഇനിയിപ്പോൾ അതിനൊരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് മുളകിന്റെ അതേ അളവിൽ തന്നെ മല്ലി ഉണ്ടല്ലോ, പച്ചമല്ലി, അതും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും, പിന്നെ അത്യാവശ്യം വലിപ്പത്തിലുള്ള വലിയുള്ളി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 5-6 വലിയുള്ളി അല്ലിയും കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ദാ ഈ കാണുന്ന പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലെ മെയിൻ താരമായിട്ടുള്ള വഴുതിരിങ്ങ ഉണ്ടല്ലോ, അതിനെ വൃത്തിയിലൊന്ന് കഴുകിയിട്ട് ദാ ഈ കാണുന്ന രീതിക്ക് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ 3 പീസായിട്ടാണ് ഒരു വഴുതിരിങ്ങനെ മുറിച്ചെടുക്കണത്. 3ഉം ഒരേ തിക്കിൽ തന്നെ വരുന്നത് പോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കത്തി കൊണ്ട് അതിനെ നന്നായിട്ട് തന്നെ അകത്തേക്ക് പോകുന്നത് പോലെ തന്നെ ദാ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ക്രോസ് ആയിട്ട് കൂടെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു സൈഡ് ഇതുപോലെ വരച്ചെടുത്തിട്ട് മറ്റേ സൈഡും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾ മുറിച്ചെടുത്ത വേറെ 2 ഭാഗം കൂടി ഉണ്ടല്ലോ, അതിനെയും സെയിം കത്തി കൊണ്ട് ഇതേപോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. എനിക്കത് കഴിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ, നമ്മൾ ഈ സെൻറ്റർ പോർഷൻ കഴിക്കുന്നതിനേക്കാളും ഈ സൈഡിലുള്ള 2 പീസ് ഉണ്ടല്ലോ, ഈ തോലോട് കൂടി വരുന്നത്, ഇതിനാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, അതിനെ ഇതിൻ്റെ നമ്മൾ അകത്തേക്കൊക്കെ പോകുന്നത് പോലെ നമ്മൾ കത്തി കൊണ്ട് നല്ല ആഴത്തിലാണല്ലോ ഇതിനെ വരച്ചെടുത്തത്, അപ്പം അകത്തേക്കൊക്കെ മസാല ഫില്ലായി പോകുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ മസാല തേച്ച ഭാഗം ഉണ്ടല്ലോ, അത് എണ്ണയിൽ മുങ്ങി പോകുന്നത് പോലെ ഈ കാണുന്ന രീതിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതിൻ്റെ മറ്റേ സൈഡിൽ നമ്മൾ മസാല തേച്ചെടുക്കുന്നത്. സെയിം അതേപോലെ തന്നെ അകത്തേക്കൊക്കെ മസാല ഫില്ലാവുന്നത് പോലെ നന്നായിട്ട് തന്നെ അതിനകത്തേക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ മസാല തേക്കുമ്പോഴത്തേനും തന്നെ അതിൻ്റെ ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാവുകയെ. ഇനിയിപ്പോൾ ഈ തേച്ചെടുത്തതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് മുറിച്ചെടുത്തത് കൂടെ ദാ ഈ കാണുന്ന രീതിക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഫുൾ ഫ്രൈ ആയിട്ടില്ല, ഏകദേശം ഒന്ന് കുക്കായി വരുന്നതേ ഉള്ളൂ. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും മുറിച്ചെടുത്തതുണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തത്. നമ്മൾ തിക്കിലാണല്ലോ മുറിച്ചെടുത്തത്. വഴുതിരിങ്ങ വേഗം ഫ്രൈ ആയി വരും, എന്നാലും ഉള്ളൊക്കെ ഒന്ന് കുക്കായി വരാനായിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഇടയ്ക്കൊക്കെ തിരിച്ചിട്ട് കൊടുത്തോണ്ടാണ് കേട്ടോ ഇതിനെ കുക്ക് ചെയ്തെടുത്തത്. വഴുതിരിങ്ങ ഏകദേശം കുക്കായി വന്നപ്പോൾ ഫ്രൈ പാനിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഈ മസാലനെയൊക്കെ ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇല്ലാതെയാണെന്നുണ്ടെങ്കിലും ഇത് കഴിക്കാം കേട്ടോ, കാരണം പുറത്തുണ്ടായിരുന്ന മസാലയൊക്കെയാണ് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അകത്തുണ്ടായിരുന്നതൊക്കെ വഴുതിരിങ്ങയിൽ നന്നായിട്ട് പിടിച്ച് സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചെടുത്തപ്പോൾ സംഭവം സെറ്റ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.